നമസ്കാരം. സോമാലിയയിലെ സെൻട്രൽ ഹിരാൻ പ്രവിശ്യയിൽ ഒരു സ്ഫോടനം നടന്നുവെന്നും സ്ത്രീകളും കുട്ടികളും അടക്കം 20ഓളം പേര് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നും ഒരു വാർത്ത കഴിഞ്ഞ ദിവസം BBC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായ പട്ടിണി നിലനിൽക്കുന്ന സോമാലിയയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിന് ശ്രമിക്കുകയായിരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഒരു വാഹന വ്യൂഹമാണ് അക്രമികൾ ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞത്. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ-ഷബാബ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സോമാലിയയിൽ രണ്ടാഴ്ചക്കിടെ അൽ-ഷബാബ് നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ഓഗസ്റ്റ് 20-ാം തീയതി തലസ്ഥാനമായ മൊഗാദിഷുവിലെ ഒരു ഹോട്ടൽ ആക്രമിച്ച ഇവര് 12 പേരെ വധിക്കുകയും നിരവധി പേരെ മണിക്കൂറുകളോളം ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. സോമാലിയൻ പട്ടാളത്തിനെ ഉന്നം വെച്ച ആക്രമണത്തിന് ലക്ഷ്യം പിഴച്ചതോടുകൂടി സാധാരണക്കാര് ഇരകളായി മാറുകയായിരുന്നു എന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സോമാലിയ സമാനതകളില്ലാത്ത ആകുലതകളിലൂടെ കടന്നുപോകുന്ന ഒരു കാലമാണിത്. അടുത്തിടെ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത അതിരൂക്ഷമായ വരൾച്ച, എങ്ങും പട്ടിണി മരണങ്ങളുടെ വാർത്തകൾ, സ്ഥിരമായി രാഷ്ട്രീയ അസ്ഥിരത. അതും പോരാഞ്ഞ് ഇപ്പോൾ നിലനിൽക്കുന്ന നാമമാത്രമായ ജനാധിപത്യ സംവിധാനത്തെ പോലും തൂത്തെറിഞ്ഞുകൊണ്ട് രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാനുള്ള അൽ-ഷബാബ് തീവ്രവാദികളുടെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തികളും എല്ലാം ചേർന്ന് സോമാലിയയെ അക്ഷരാർത്ഥത്തിൽ ഒരു നരകമാക്കി മാറ്റിയിരിക്കുന്നു. ആരാണ് ഈ അൽ-ഷബാബ് തീവ്രവാദികൾ? എന്താണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ അവർ അന്തിമമായി ലക്ഷ്യം വെക്കുന്നത്? എന്തുകൊണ്ടാണ് മാറി മാറി വരുന്ന സോമാലിയൻ ഭരണകൂടങ്ങൾ ഇവരെ ഒതുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ തീർത്തും നിഷ്പ്രഭമായി പോകുന്നത്? നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. അൽ-ഷബാബ് എന്നാൽ അറബി ഭാഷയിലെ യുവത്വം എന്നാണ് അർത്ഥം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തങ്ങളുടെ യുവത്വം ജിഹാദിനു വേണ്ടി, അതായത് സായുധ മാർഗത്തിലൂടെയുള്ള ഇസ്ലാമിന്റെ പ്രചരണത്തിനു വേണ്ടി മാറ്റിവെച്ച ഒരു കൂട്ടം വിശ്വാസികളാണ് അൽ-ഷബാബുകാർ. ഹർക്കത്ത് അൽ-ഷബാബ് അൽ മുജാഹിദീൻ എന്നാണ് ഈ സംഘടനയുടെ പൂർണ്ണനാമം. ഇസ്ലാമിന് പുറത്തുള്ള എല്ലാവരും തന്നെ തങ്ങളുടെ ശത്രുക്കളാണ് എന്നും അവർ ഇസ്ലാമിൽ ചേരുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യണം എന്നുമുള്ള പൊതുവിൽ ലോകത്തെ എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും വെച്ചു പുലർത്തുന്ന അതേ നിലപാടാണ് അൽ-ഷബാബിനും ഉള്ളത്. എന്നാൽ സോമാലിയക്കകത്ത് അൽ-ഷബാബിന് ചില പ്രത്യേക ശത്രുക്കളുണ്ട്. ഒന്ന്, സോമാലിയൻ ഭരണകൂടം. രണ്ട്, ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരത്തോടെ ആഫ്രിക്കൻ യൂണിയന്റെ നേതൃത്വത്തിൽ സോമാലിയയിൽ സമാധാന സ്ഥാപനത്തിനു വേണ്ടി ശ്രമിക്കുന്ന അമീസോം അഥവാ ആഫ്രിക്കൻ യൂണിയൻ മിഷൻ ടു സോമാലിയ എന്ന സൈനിക വിഭാഗം. മൂന്ന്, സോമാലിയയിലെ പട്ടിണിയും പരിവട്ടവും കണ്ട് ദയതോന്നി അവിടേക്ക് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി എത്തുന്ന വിദേശികളായ മനുഷ്യ സ്നേഹികൾ. ഇവരോടൊക്കെ എല്ലാ കാലത്തും തീർത്തും മനുഷ്യത്വരഹിതമായ രീതിയിൽ പ്രതികരിച്ച ഒരു ചരിത്രമാണ് അൽ-ഷബാബിന്റേത്. സോമാലിയയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അല്പമെങ്കിലും പറയാതെ അൽ-ഷബാബിന്റെ പൂർവ്വകാലം വിവരിക്കുക സാധ്യമല്ല. ആഫ്രിക്കയുടെ കിഴക്ക് ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഉപദ്വീപുണ്ട്. ഇതിനകത്താണ് സോമാലിയയുടെ കിടപ്പ്. ഇത്യോപ്യ, ജിബൂട്ടി, കെനിയ എന്നിവയാണ് അയൽരാജ്യങ്ങൾ. കൊളോണിയൽ കാലത്ത് സോമാലിയ മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്നു. ബ്രിട്ടന്റെ അധീനതയിൽ സോമാലിയ, ഇറ്റലിയുടെ അധീനതയിൽ സോമാലിലാൻഡ്, ഫ്രാൻസിന്റെ അധീനതയിൽ ഫ്രഞ്ച് സോമാലിലാൻഡ് എന്നിങ്ങനെ. 1960 കൊളോണിയൽ ഭരണം അവസാനിച്ചു. അതോടെ ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും അധികാരത്തിന് കീഴിലായിരുന്ന സോമാലിയൻ പ്രവിശ്യകൾ ഒന്നിച്ച് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് സോമാലിയ രൂപം കൊണ്ടു. ഫ്രഞ്ച് സോമാലിലാൻഡ് സോമാലിയൻ യൂണിയനിൽ ചേരാതെ ജിബൂട്ടി എന്ന പേരിൽ ഒരു പ്രത്യേക രാജ്യമായി മാറി. തുടക്കത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രവർത്തനം ആരംഭിച്ച സോമാലിയക്കകത്ത് അസ്വസ്ഥതകൾ രൂപപ്പെടാൻ പക്ഷേ ഏറെ കാലം എടുത്തില്ല. ആദ്യം പ്രധാനമന്ത്രിയും പിന്നീട് പ്രസിഡന്റുമൊക്കെയായി അവരോധിക്കപ്പെട്ട അബ്ദി അലി ഷർമാർക്കിനെ വധിച്ചുകൊണ്ട് 1969 ഒരു പട്ടാള അട്ടിമറിയിലൂടെ ജനറൽ മുഹമ്മദ് സിയാദ് ബാറെ സോമാലിയയിൽ അധികാരം പിടിച്ചു. 69 മുതൽ 91 വരെ ഭരിച്ച സിയാദ് ബാരെയാണ് സോമാലിയയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരം നിലനിർത്തിയ ഭരണാധികാരി. ഗോത്രങ്ങൾക്കും വംശങ്ങൾക്കുമൊക്കെ എല്ലാ കാലത്തും വലിയ സ്വാധീനമുണ്ട് ആഫ്രിക്കയിൽ. എന്നാൽ ആ സത്യം മനസ്സിലാക്കാൻ സിയാദ് ബാറയ്ക്ക് സാധിച്ചില്ല. സിയാദിന്റെ സൈന്യം സോമാലിയൻ ഗോത്ര പോരാളികളുമായി നിരന്തരം ഏറ്റുമുട്ടി. ചരിത്രത്തിൽ സോമാലി സിവിൽ വാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പോരാട്ടത്തിനൊടുവിൽ തോൽവി സംബന്ധിച്ച സിയാദ് ബാരെ 1991 നാടുവിട്ടോടി. പക്ഷെ അന്നാരംഭിച്ച സംഘർഷങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടില്ല സോമാലിയയിൽ. സിയാദ് ബാറെ നാടുവിട്ടതോടെ നിലവിൽ വന്ന രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്താണ് ഇസ്ലാമിക തീവ്രവാദികൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത്. രാജ്യം നേരിട്ട അരാജകത്വത്തിന് പരിഹാരമായി ഇസ്ലാമിക ഭരണം നിർദ്ദേശിച്ച തീവ്രവാദികൾ അതിനായി ഇസ്ലാമിക് കോഡ്സ് യൂണിയൻ എന്നൊരു സംവിധാനം തന്നെ സോമാലിയയിൽ രൂപീകരിച്ചു. ഈ ഇസ്ലാമിക് കോഡ്സ് യൂണിയന്റെ ഒരു സൈനിക ദളം എന്ന നിലയിലാണ് അൽ-ഷബാബ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. വൈകാതെ സോമാലിയക്കാർ ആ സത്യം മനസ്സിലാക്കി തങ്ങൾ ഇപ്പോൾ പിന്തുടരുന്ന സൂഫിസത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത, തങ്ങളെ തീവ്ര സലഫിസ്റ്റ് ആശയധാരയുടെ ഭാഗമാക്കാൻ പരിശ്രമിക്കുന്ന മതതീവ്രവാദികളാണ് അൽ-ഷബാബ് എന്ന സത്യം. അപ്പോഴേക്കും അൽ-ഷബാബ് പക്ഷേ ഏറെ കരുത്താർജിച്ചിരുന്നു. സംഭവം ഇസ്ലാമിക തീവ്രവാദമാണെങ്കിലും ഗോത്രങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് അൽ-ഷബാബിനകത്ത്. ഇവരുടെ എക്കാലത്തെയും ഏറ്റവും പ്രമുഖ നേതാവ് അഹമ്മദ് അബ്ദി ഗോർഡൻ ഇസാഖ് എന്ന പ്രമുഖ സോമാലിയൻ ഗോത്രത്തിലെ അംഗമായിരുന്നു. സോമാലിയയിൽ ദരിദ്ര വിദ്യാർത്ഥികൾക്കായി ഒരു സ്കൂൾ നടത്തുകയായിരുന്ന ഡിക്കെയിങ്ടൺ, എനിഡെയിങ്ടൺ എന്നീ ബ്രിട്ടീഷ് സന്നദ്ധ പ്രവർത്തക ദമ്പതികളെ വധിച്ചുകൊണ്ടാണ് അഹമ്മദ് അബ്ദി ഗോർഡൻ തന്റെയും അൽ-ഷബാബിന്റെയും വരവ് അറിയിച്ചത് തന്നെ.
ആഫ്രിക്കയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള മറ്റ് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഒന്നിക്കുക എന്ന തന്ത്രം ആദ്യം അൽ-ഷബാബിനകത്ത് അവതരിപ്പിച്ചതും ഗോർട്ടനായിരുന്നു. 2009 അൽ-ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഗോർട്ടൻ പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റിനോടും സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 2014 സെപ്റ്റംബറിൽ അമേരിക്ക നടത്തിയ ഒരു ഡ്രോൺ ആക്രമണത്തിൽ അഹമ്മദ് അബ്ദി ഗോർഡൻ മരിച്ചു. ഇന്ന് അൽ-ഷബാബിന്റെ ഭാഗമായിട്ടുള്ളവരിൽ കേവലം സോമാലിയക്കാര് മാത്രമല്ല ഉള്ളത്. ഒട്ടുമുക്കാൽ എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇവരുടെ ഭാഗമായിട്ടുണ്ട്. പുറമെ അൻവർ അൽ അമേരിക്കി, അബു മൂസ അൽ അമേരിക്കി പോലെ നിരവധി അമേരിക്കൻ, യൂറോപ്യൻ ഇസ്ലാമിസ്റ്റുകളും സോമാലിയയിലെത്തി അൽ-ഷബാബ് നേതൃത്വം നൽകുന്ന ജിഹാദിൽ കാര്യമായി പങ്കെടുക്കുന്നു. നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുന്ന ചാവേർ സ്ഫോടനങ്ങളാണ് എക്കാലത്തും അൽ-ഷബാബിന്റെ മുഖമുദ്ര. 2017 ഒക്ടോബർ 14 സോമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിൽ അൽ-ഷബാബ് നടത്തിയ ഒരു ട്രക്ക് ബോംബ് സ്ഫോടനം ആഫ്രിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു. അന്താരാഷ്ട്ര ഏജൻസികളുടെ പ്രതിനിധികൾ പാർത്തിരുന്ന ഒരു ഹോട്ടൽ ലക്ഷ്യമാക്കി ട്രക്കിൽ ബോംബുമായി എത്തിയ ഭീകരവാദികൾ മൊഗാദിഷുവിലെ ഒരു തിരക്കേറിയ ട്രാഫിക്കിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. അന്നും വിദേശികളായ സന്നദ്ധ പ്രവർത്തകരെ തന്നെയായിരുന്നു അൽ-ഷബാബ് ലക്ഷ്യമിട്ടത്. കിഴക്കൻ ആഫ്രിക്ക വലിയ വരൾച്ചയും ക്ഷാമവും ഒക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനായി ട്രാഫിക് ജാമിൽ കുരുങ്ങിയിരുന്ന ഒരു പെട്രോൾ ടാങ്കറിന് അടുത്തുവെച്ച് ചാവേർ ഏകദേശം 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്ന തന്റെ ട്രക്ക് പൊട്ടിച്ചു. അതോടെ ബ്ലോക്കിൽ കുടുങ്ങിയിരുന്ന നിരവധി വാഹനങ്ങൾ ഒന്നിച്ച് ഒരു അഗ്നിഗോളമായി മാറി. സോമാലിയൻ ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ചുരുങ്ങിയത് 587 പേരാണ് അന്ന് മരണപ്പെട്ടത്. സോമാലിയക്ക് അകത്ത് മാത്രമല്ല, തങ്ങളുടെ ആശയ പ്രചരണാർത്ഥം അയൽ രാജ്യങ്ങളിലും ആക്രമണങ്ങൾ നടത്താൻ അൽ-ഷബാബ് ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല. യുഗാണ്ടയിൽ ലോകകപ്പ് ഫൈനൽ കാണാൻ തടിച്ചുകൂടിയ സാധാരണക്കാർക്കിടയിൽ സ്ഫോടനം നടത്തി 76 പേരെ കൊന്ന 2010 കമ്പാല ബോംബിംഗ്. 2013 കെനിയയിൽ 71 പേരെ കൊന്ന കെനിയയിലെ നൈറോബിയിലെ വെസ്റ്റ് ഗേറ്റ് മോൾ അറ്റാക്ക് എന്നിങ്ങനെ അൽ-ഷബാബ് സോമാലിയക്ക് പുറത്തു നടത്തിയ ആക്രമണങ്ങളുടെ പട്ടികയും വളരെ വലുതാണ്. അൽ-ഷബാബിനെ മെരുക്കുന്നതിൽ എക്കാലത്തും സോമാലിയൻ ഗവൺമെന്റിന് മുന്നിൽ തടസ്സമായി നിന്നിട്ടുള്ളത് അന്തമില്ലാത്ത അവരുടെ സാമ്പത്തിക സ്രോതസ്സാണ്. പണത്തിന് ഒരു കാലത്തും ഒരു ബുദ്ധിമുട്ടും അൽ-ഷബാബ് നേരിട്ടിട്ടില്ല. എത്ര ഭീമമാണ് അവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വായിക്കാവുന്ന ഒരു ലേഖനമുണ്ട്. 2020 ഒക്ടോബറിൽ BBC ആഫ്രിക്ക വിഭാഗം എഡിറ്റർ മേരി ഹാർപ്പർ എഴുതിയ ഈ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ അൽ-ഷബാബ് സോമാലിയൻ ഗവൺമെന്റിനേക്കാൾ സമ്പന്നരാണ് എന്നാണ്. ചുരുങ്ങിയത് $15 മില്യൺ അൽ-ഷബാബിന്റെ മാസ വരുമാനം. ഇതിൽ പകുതിയും വരുന്നത് സോമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിൽ നിന്ന് തന്നെയാണ്. അൽ-ഷബാബിന് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു സമാന്തര ഭരണകൂടം തന്നെ അവർ നടത്തുന്നുണ്ട്. കച്ചവടക്കാരോട് മാസം തോറും ഒരു തുക നികുതി എന്ന നിലയിൽ പിരിക്കുന്നു. കൂടാതെ വർഷത്തിലൊരു തവണ മൊത്തം വരുമാനത്തിന്റെ 2.5% നിർബന്ധിത സക്കാത്തായി പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് അൽ-ഷബാബിന്റെ രീതി. ഇതിന് വഴങ്ങാത്തവർക്ക് കച്ചവടം നിർത്തുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യാം. കച്ചവടക്കാർ മാത്രമല്ല, സോമാലിയൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിലും ഒരു വലിയ വിഭാഗം ഗവൺമെന്റ് നൽകുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അൽ-ഷബാബിന് കപ്പം നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത്. ഈ ലേഖനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പേര് വെളിപ്പെടുത്താത്ത ഒരു സോമാലിയൻ മിലിറ്ററി കമാൻഡർ പറയുന്നത് അനുസരിച്ച് പട്ടാള ഉദ്യോഗസ്ഥരും അൽ-ഷബാബിന് പണം നൽകുന്നുണ്ട്. ഇനി ഇതിലും അപകടകരമായ ഒരു നിരീക്ഷണം കൂടി ഈ ലേഖനത്തിൽ മേരി ഹാർപ്പർ നടത്തുന്നുണ്ട്. വിശകലനമനുസരിച്ച് വർഷം കഴിയുന്തോറും അൽ-ഷബാബിന്റെ വരുമാനം വർദ്ധിക്കുകയും ചിലവുകൾ മാറ്റമില്ലാതെ തുടരുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അൽ-ഷബാബ് സമ്പന്നരായി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ചുരുങ്ങിയത് 8,000-നും 15,000-നും ഇടയിൽ അംഗസംഖ്യയുള്ള അൽ-ഷബാബ് സോമാലിയയിൽ എത്രത്തോളം ഭൂഭാഗം നിയന്ത്രിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് സോമാലിയൻ ഗവൺമെന്റ് നൽകുന്ന ഉത്തരം തലസ്ഥാനമായ മൊഗാദിഷുവിൽ കുറച്ചു ഭാഗം എന്നാണ്. എന്നാൽ ഇത് നുണയാണ് എന്നതാണ് സത്യം. ബൊസാസോ, ജൌഹർ, കിസ്മായോ, ബൈദോബ എന്നിങ്ങനെ പ്രമുഖ പട്ടണങ്ങളിൽ പലതിലും ജനം അൽ-ഷബാബിന് നികുതി കൊടുത്താണ് ജീവിക്കുന്നത്. എന്തിനധികം മൊഗാദിഷുവിലെ തുറമുഖത്ത് ചരക്കിറക്കാനും കയറ്റാനും പോലും അൽ-ഷബാബ് നികുതി ഈടാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ കൂടുതൽ അക്രമാസക്തരായി മാറിയതിന് പിന്നിലും ഒരു കാരണമുണ്ട്. സോമാലിയയിൽ അടുത്തിടെ ഒരു ഭരണമാറ്റം നടന്നിരുന്നു. യൂണിയൻ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി സ്ഥാപകനും ഇന്നത്തെ സോമാലി രാഷ്ട്രീയത്തിലെ ഒരു അധികാരമൊക്കെയായ ഹസൻ ഷെയ്ഖ് മുഹമ്മദാണ് ഇപ്പോ പ്രസിഡന്റ്. ഇതാദ്യമായിട്ടല്ല ഹസൻ പ്രസിഡന്റ് ആകുന്നത്. 2012 മുതൽ 2017 വരെ അദ്ദേഹം അതേ കസേരയിൽ ഉണ്ടായിരുന്നു. സോമാലിയൻ സെൻട്രൽ ബാങ്കിൽ നിന്നും സ്വകാര്യ ആവശ്യങ്ങൾക്കായി പണം തട്ടുക തുടങ്ങി നിരവധി ആരോപണങ്ങൾ അന്ന് മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ നേരിട്ടുവെങ്കിലും വ്യക്തിപരമായി ക്ലീൻ ഇമേജിന് ഉടമയാണ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ്. 2015 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡിൽ സോമാലിയ ഒപ്പുവെച്ചതടക്കം നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്റെ ഭരണകാലത്തെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കാനുണ്ട്. 2013 ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളുടെ പട്ടിക ടൈം മാഗസിൻ തയ്യാറാക്കിയപ്പോൾ അതിൽ ഹസനും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിന് നിന്നപ്പോ അൽ-ഷബാബിനെ തുടച്ചു നീക്കി സോമാലിയയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരും എന്നൊരു വാഗ്ദാനം അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിരുന്നു.
എന്നാൽ അധികാരമേറ്റ് അധിക കാലം കഴിയും മുൻപ് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അതായത് ഹിറാൻ പ്രവിശ്യയിൽ തന്നെ ആക്രമണം നടത്തി ഹസനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അൽ-ഷബാബ്. എന്താകും ഇതിന്റെ അവസാനം? അൽ-ഷബാബ് എന്ന വൻവൃക്ഷത്തെ വീഴ്ത്താൻ ഹസൻ ഷെയ്ഖ് മുഹമ്മദിന് സാധിക്കുമോ? അതോ അനുദിനം വളരുന്ന അൽ-ഷബാബ് ആദ്യം സോമാലിയയും പിന്നെ ആഫ്രിക്കയും വിഴുങ്ങുമോ? കാത്തിരുന്നു കാണാം. എന്തായാലും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.